ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു അടിപൊളി ഹെയർ ഡൈ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. കണ്ടോ, സൂപ്പറാണ് കേട്ടോ. അത് പുതിയൊരു ഐറ്റമാണ്. അപ്പോൾ അത് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ടൊന്ന് വേണമെങ്കിൽ ഇതൊന്ന് വറുത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇലയുണ്ട്, പൂവുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വേണമെങ്കിൽ കരിഞ്ജീരകം വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. കുറച്ച് നേരം തിളപ്പിക്കേണ്ടി വരും. ഒക്കെ ഡ്രൈ ആണല്ലോ, 2 കൂട്ടങ്ങളും കരിഞ്ജീരകം ഉലുവയും ഡ്രൈ ആണല്ലോ. അത് നല്ലോണം തിളക്കിയിട്ട് പിന്നെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്, മൊബൈൽ പിടിച്ചിട്ട് എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, വെക്കണ സ്റ്റാൻഡ് പെട്ടെന്ന് കേടായി, എൻ്റെ സൈഡ് ഭാഗം ഇളകിപ്പോയി. ഇനി ഒരെണ്ണം വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ചെറുതായിട്ട് കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ടിന്നിൽ ഇപ്പോൾ ചായയിൽ മേടിച്ചിട്ട് ടിന്നിൽ നിറച്ചിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഏകദേശം അതിപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചായയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സായിട്ട് അടുക്കളയിലെ ലൈറ്റ് അത് കുറവ്, ഒരു ലൈറ്റ് കേടായിപ്പോയി. അപ്പോൾ അത് അവരെ വിളിച്ചിട്ട് വരുന്നില്ലാന്നേ, കുറേ വിളിച്ചവർ. അപ്പം അത് ആയിട്ട് വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ട്. ഇത്ര ദിവസം വൈകിയത്. ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർ വരില്ലേ. അപ്പോൾ നാളെ വരെ മറ്റന്നാൾ വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിലിടാം കേട്ടോ. അപ്പോൾ ഒന്ന് കുറുകി കട്ടിയായിട്ട് വരട്ടെ. കേടാ, പുറത്ത് ഭയങ്കര പട്ടികൾ കേട്ടോ. പുറത്ത് പറമ്പിൽ വേറൊരു പറമ്പ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അവിടെ ഭയങ്കര പട്ടികളാണ്. അത് കണ്ടിട്ട് ഇവിടെ നിന്ന് തുള്ള ഒരാൾ നിന്നിട്ട് ആ ജനലിൻ്റെ അവിടെ നിന്നിട്ട് കണ്ണും ചെവിടില്ല. ഒരു വീഡിയോ എടുക്കാൻ നട്ടിരുന്നെങ്കിൽ പറ്റില്ല. നല്ല ചീത്തയാണ് പറഞ്ഞ് ഓടിപ്പിച്ചപ്പോൾ കണ്ട മോന്ത വീർത്തിട്ട് കിടക്കണ്. മിണ്ടിയാൽ മതി പണക്കണ. അപ്പോൾ ഇതിനെ വെച്ച് വാഴിക്കണ ഒരു കാര്യം നിസ്സാരല്ല കേട്ടോ. മിണ്ടിയാൽ മതി പിണങ്ങൂ. കണ്ട, ഇപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ട, അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. കണ്ട, പിന്നെ ചൂടാറിട്ട് വേറെ 2 സാധനങ്ങൾ കൂട്ടാണ്ടിട്ട് അതിൽ. അപ്പോൾ അത് കാണിക്കാം. സ്റ്റവ് ഓഫ് ആക്കി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണത് ഇതാ കണ്ട, ഇത് നാച്ചുറൽ ബ്ലാക്ക് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ഹെന്നയാണത്. ഇതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും മുഴുവനും വേണം കേട്ടോ എനിക്ക്. നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടി ഹെന്ന പൗഡറാണ് കേട്ടോ. അത് നെല്ലിക്കപ്പൊടി ഉണ്ട്. ഇത് നമുക്ക് ഇതുകൊണ്ട് മിക്സാക്കി കൊടുക്കാം. പോരാത്തത് വെള്ളം ഒഴിച്ചാലും മതി. പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഈ കൈ പിടിച്ചിട്ടാണ് ഫോൺ പിടിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലാണ് ഫോൺ. അതാണ് നിങ്ങൾക്ക് ചെറിയൊരു വിഷമം കാണുമ്പോൾ. പോരാത്തത് ഇത്തിരി വെള്ളം കൂട്ടാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ടിത് രാത്രി മിക്സാക്കിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ കെമിക്കൽ ചെറുതായിട്ടുണ്ടാവുമായിരിക്കും. ഹെന്ന എല്ലാത്തിലും ഉണ്ട് കെമിക്കൽ. നീലമരിയിലുണ്ട്, ചെറിയ കെമിക്കൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റാനാണ് നമ്മൾ ഇതുപോലെ ചെമ്പരത്തി ഇതൊക്കെ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബാധിക്കില്ല. നമ്മുടെ സ്കിന്നിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇതൊന്ന് മിക്സാക്കി കൊണ്ടുവരാം. ഇതൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ തന്നെ തേക്കാൻ നിൽക്കണ്ട. ഒന്നിങ്ങനെ രാത്രി നമുക്ക് തേക്കാം, അല്ലെങ്കിൽ ഇതൊരു ഞാനിപ്പോൾ ഒരു എത്ര സമയം 4:30ക്കാണ്, വൈകുന്നേരം 4:30ക്കാണ് മിക്സാക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി ആകുമ്പോൾ തല തേക്കും. അല്ലെങ്കിൽ രാത്രി മിക്സാക്കി വെച്ച് രാവിലെ തല വെച്ചാൽ മതി കേട്ടോ.
എല്ലാ പാക്കറ്റുകൾ, എന്ത് പാക്കറ്റുകൾ വന്നാലും അതിൽ ചെറിയൊരു കെമിക്കൽ ഇല്ലാതിരിക്കില്ല, അല്ലെങ്കിൽ അത് കേടായിപ്പോയില്ലേ. അപ്പോൾ കെമിക്കൽ മാറണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെമ്പരത്തിയുടെ വെള്ളമോ അല്ലെങ്കിൽ എന്താ പറയുക കരിഞ്ജീരകം, പിന്നെ വേറെ ഉണ്ടല്ലോ ഉലുവ, ഇതിൻ്റെയൊക്കെ വെള്ളത്തിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒട്ടും അത് ബാധിക്കില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം ഒരു തിരിയിട്ടാ ഉണക്കെണ്ണ ഒരു തുള്ളി ഒഴിച്ചിട്ടുണ്ട്. മുടി ഉണ്ടല്ലോ, മുടി ഡ്രൈ ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വൈറ്റമിൻ ക്യാപ്സൂളോ അതായാലും മതി കേട്ടോ. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം ഉണ്ടാവും. ഇതിപ്പോൾ വെള്ളം പോലെ നമുക്ക് തോന്നിയെങ്കിൽ നമ്മുടെ മുടിയിൽ നിന്നൊന്ന് ഒലിച്ചൊന്ന് പോലിയ. ഇത് രാത്രി ഉണ്ടാക്കി രാവിലത്തേക്ക് ആയുർവേദ കടയിൽ നിന്ന് ഞാനിപ്പോൾ മേടിച്ചത് കേട്ടോ. ആ ബ്ലാക്ക് ഹെന്ന പൗഡർ ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ട് തല തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.